അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ അതിർവരമ്പുകൾ നാൾക്കുനാൾ ഇല്ലാതാകുകയാണ്. ഇപ്പോഴിതാ അമേരിക്കയും റഷ്യയും തമ്മിൽ സംയുക്തമായൊരു ബഹിരാകാശ സഹകരണത്തിന് ഇലോൺ മസ്കിനോട് നിർദ്ദേശം വച്ചിരിക്കുകയാണ് റഷ്യയുടെ സോവറിൻ വെൽത്ത് ഫണ്ടിന്റെ തലവനായ കിറിൽ ഡിമിട്രിവ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബഹിരാകാശ സഹകരണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ ഡിമിട്രിവ് മനുഷ്യരാശിയുടെ മഹത്വത്തിനായുള്ള ഒരു മഹത്തായ പരിശ്രമമായാണ് തന്റെ നീക്കത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബഹിരാകാശ സഹകരണത്തെക്കുറിച്ചുള്ള ഈ പുതിയ വാർത്തകൾ ലോക ശ്രദ്ധ നേടുകയാണ്. ചൊവ്വയുടെ ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, സാധ്യതയുള്ള ബയോ സിഗ്നേച്ചറുകൾ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പര്യവേഷണത്തിന്റെ സമ്പന്നമായ ഒരു ചരിത്രമാണ് റഷ്യയ്ക്കുള്ളത്. എന്നാൽ ഡിമിട്രിവിന്റെ ഈ നിർദ്ദേശത്തെ മസ്കോ, നാസയോ ഏറ്റെടുക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായ പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. ഡിമിട്രിവിന്റെ നിർദ്ദേശത്തോട് മസ്ക് പ്രതികരിക്കുമോ എന്നും ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഭാവിയിൽ ഇതെന്തു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കണ്ടു തന്നെ അറിയണം. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കാൻ പരിശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായി നയതന്ത്ര ബന്ധം പുനഃക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് പുതിയ സംഭവവികാസം ഉയർന്നു വന്നിരിക്കുന്നത്. റഷ്യൻ പ്രതിനിധി സംഘത്തിലെ ഒരു പ്രധാന വ്യക്തിയായ കിറിൽ ഡിമിട്രിവ് സൗദി അറേബ്യയിൽ നടന്ന ഉന്നതതല അമേരിക്ക-റഷ്യ ചർച്ചകളിലും പങ്കെടുത്തിരുന്നു. 2022 ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള നയതന്ത്ര ബന്ധമാണിത്. സമീപ വർഷങ്ങളിൽ അമേരിക്ക-റഷ്യ ബന്ധങ്ങളെ ബാധിച്ച പിരിമുറുക്കങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നയതന്ത്ര സഹകരണം പുനരുജ്ജീവിപ്പിക്കാനുള്ള പുതിയ സന്നദ്ധത ശ്രദ്ധേയമായ ഒരു മാറ്റമാണ്. റഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങളും പാശ്ചാത്യ ഉപരോധങ്ങളും ഉണ്ടായിരുന്നിട്ടും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം തുടരുന്നുണ്ട്. ഈ സഹകരണത്തിന്റെ ഒരു ശ്രദ്ധേയമായ ഉദാഹരണമാണ് 2026 വരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ക്രോസ് ഫ്ലൈറ്റുകൾ സംബന്ധിച്ച നാസയും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസും തമ്മിലുള്ള കരാർ അടുത്തിടെ നീട്ടിയത്. ഈ സഹകരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് വഴിയൊരുക്കി. അമേരിക്ക റഷ്യൻ ബഹിരാകാശ യാത്രികരും ദൗത്യത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ശീതയുദ്ധകാലത്ത് കടുത്ത വൈരാഗ്യം പുലർത്തിയിരുന്ന ഈ രാജ്യങ്ങൾ ബഹിരാകാശ പര്യവേഷണത്തിൽ കൈകോർത്ത് മുന്നേറിയതിന്റെ ചരിത്രം മുന്നിലുണ്ട്. അപ്പോളോ സോയൂസ് ദൗത്യത്തിലൂടെ ലോകം ഈ സഹകരണത്തിന്റെ ശക്തി കണ്ടതാണ്. ശീതയുദ്ധകാലത്ത് 1975 ഒരു അമേരിക്കൻ അപ്പോളോ ബഹിരാകാശ പേടകം ക്യാപ്സ്യൂളുമായി ഡോക്ക് ചെയ്യുന്നത് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തി. ശാസ്ത്രത്തിന്റെ മേധാവിത്വം രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളെപ്പോലും മറികടക്കുമെന്നുള്ളതിന്റെ തെളിവായിരുന്നു ഈ ദൗത്യം. അതിന്റെ 50-ാം വാർഷികം അടുത്തു വരുമ്പോൾ അത്തരമൊരു സഹകരണം വീണ്ടും രൂപം കൊള്ളുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. റഷ്യയുടെ സോവറിൻ വെൽത്ത് ഫണ്ടിന്റെ തലവനായ കിറിൽ ഡിമിട്രിവ് ഇലോൺ മസ്കിനോട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ കണക്കിലെടുത്താൽ കിറിൽ ഡിമിട്രിവ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഇപ്പോഴത്തെ നിർദ്ദേശം നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ ശാസ്ത്രം ലോകത്തിനെയും മനുഷ്യരാശിയെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പദ്ധതിക്ക് സാധ്യതകൾ ഏറെയാണ്. 2040കളിൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യ വിപുലമായ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സ്പേസ് എക്സ് വഴി ഇലോൺ മസ്കും ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്. സ്റ്റാർഷിപ്പ് എന്ന അത്യാധുനിക ബഹിരാകാശ പേടകം വികസിപ്പിച്ച് 2029ഓടെ ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കുക എന്നത് ഇലോൺ മസ്കിന്റെയും ലക്ഷ്യമാണ്. അതിനായി ഒപ്റ്റിമസ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉൾപ്പെടുന്ന അൺക്രൂഡ് ദൗത്യങ്ങളും ചൊവ്വയിലേക്ക് അയക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇരു ശക്തികളും ഒരുമിച്ച് ചേരുമ്പോൾ അതിന്റെ ശക്തി ബഹിരാകാശ ഗവേഷണത്തിൽ അതിവേഗ പുരോഗതി സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല. റഷ്യയുടെ ശാസ്ത്രീയ വൈദഗ്ധ്യവും ഭൗതിക വിഭവങ്ങളും സ്പേസ് എക്സിന്റെ നവീന സാങ്കേതിക വിദ്യകളും സംയോജിപ്പിക്കുകയാണെങ്കിൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്ന ദൗത്യം അധികം വൈകാതെ തന്നെ സാധ്യമാകുമെന്നതിൽ സംശയമില്ല. എന്നിരുന്നാലും അത്തരമൊരു സഹകരണത്തിനുള്ള വഴി അത്ര എളുപ്പമല്ല. US-റഷ്യ ബന്ധം 2022 ശേഷമുള്ള യുദ്ധ സാഹചര്യങ്ങളിലും സാമ്പത്തിക ഉപരോധങ്ങളിലും ഒതുങ്ങിയിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇലോൺ മസ്ക് ഒരു റഷ്യൻ ബഹിരാകാശ ദൗത്യവുമായി സഹകരിക്കുന്നതിനെക്കുറിച്ച് രാഷ്ട്രീയവും സാമ്പത്തികവുമായുള്ള പ്രത്യാഘാതങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കൂടാതെ മസ്കിന്റെ സ്വന്തം രാഷ്ട്രീയ സമീപനങ്ങളും ഈ പദ്ധതി മുന്നോട്ടു പോകുന്നതിന് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാനിടയുണ്ട്. ചൊവ്വയിലെ മനുഷ്യ സാന്നിധ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രമം, അതിനുള്ള ഗവേഷണവും വിഭവങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരു ധാരണ ശാസ്ത്രീയ ഉന്നതിയുടെ ഏറ്റവും വലിയ തെളിവായിരിക്കുമെന്നതിൽ സംശയമില്ല. ശീതയുദ്ധകാലത്തെ അപ്പോളോ സോയൂസ് ദൗത്യത്തിന്റെ മാതൃകയിൽ ചൊവ്വയിലേക്കൊരു പുതിയ സഹകരണമുണ്ടായാൽ അത് അന്താരാഷ്ട്ര ബഹിരാകാശ സഹകരണത്തിൽ വലിയ നേട്ടമാകുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടാതെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഈ മാറ്റങ്ങൾ പുതിയ സാമ്പത്തിക സാധ്യതകൾക്കും വഴിതെളിക്കും.
സ്പേസ് എക്സ് പോലുള്ള സ്വകാര്യ കമ്പനികൾ സർക്കാർ ഏജൻസികളുമായി കൈകോർക്കുമ്പോൾ അതിന്റെ നേട്ടം ഭൂമിയിലെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും പ്രതിഫലിക്കും. മറുവശത്ത് മസ്കിന്റെ നിലപാടുകളും ടെക്നോളജി ലോകത്ത് ഉണർത്തുന്ന ചർച്ചകളും ഈ സഹകരണത്തിന്റെ ഭാവിയെ സ്വാധീനിക്കാനിടയുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പ്രോജക്ട് യുക്രൈനിന്റെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. അതിനുശേഷം അമേരിക്കയും യൂറോപ്പും ചേർന്ന് റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതിനാൽ റഷ്യൻ സർക്കാരിനും കമ്പനികൾക്കും അമേരിക്കൻ ശാസ്ത്രീയ മേഖലകളുമായുള്ള ബന്ധങ്ങൾ പ്രതികൂലമായേക്കാം. നിലവിൽ ദിമിട്രിവിന്റെ നിർദ്ദേശത്തോട് നാസയോ മസ്കോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിനാൽ അടുത്ത വർഷങ്ങളിൽ ഇത്തരമൊരു സംരംഭം സാക്ഷാത്കരിക്കപ്പെടുമോ എന്നത് അത്യന്തം ശ്രദ്ധേയമാണ്. ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കായി രാഷ്ട്രീയ താൽപര്യങ്ങളിൽ പിണങ്ങാതെ ആഗോള സഹകരണത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി റഷ്യയും അമേരിക്കയും മുന്നോട്ടു പോയാൽ അത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിർണായക നേട്ടമായി മാറുമെന്നതിൽ സംശയമില്ല.